അവൾക്കിത് എന്തു പറ്റി? ആകപ്പാടെ ആള് മാറിയതുപോലെ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരിഭവവും ദേഷ്യവും കരച്ചിലും, പോരാത്തതിന് വീട്ടിൽ അച്ഛനമ്മമാരോടും മക്കളോടും ഭർത്താവിനോടും ഒക്കെ ഒരു ശത്രുതാ മനോഭാവം ഉള്ളതുപോലെ. പഴയ ആ സ്നേഹമയായ സർവ്വസഹായ ആളൊന്നും അല്ല ഇപ്പോ. ഇച്ചിരി അഹങ്കാരം വന്നതുപോലെയും ആരെയും ഒന്നിനെയും ഉൾക്കൊള്ളാത്ത പോലെയൊക്കെ. ഇങ്ങനെ പോയാൽ കുടുംബം തന്നെ പല വഴിക്കാകില്ലേ? ഒരു 35നും 50ക്കും ഇടയ്ക്ക് പ്രായമുള്ള ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉള്ളിൽ പറയുന്ന ഒരു കാര്യമാണിതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അവൾക്കിനി വയ്യ എന്ന് പറഞ്ഞ് അവൾ ജീവിതത്തിൽ ഒരു കോമ ഇടുകയാണ്. അത് ശരിക്കും നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല, അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് കൊണ്ടാണ്. അപരിചിതർ മാത്രമുള്ള ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്ന ആ ഒരു ഫീലാണ് അവൾക്ക് അവളുടെ കുടുംബത്തിൽ അവൾ ഒറ്റപ്പെട്ട പോലെ തോന്നി തുടങ്ങുമ്പോൾ. അവൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അയാൾക്കും പിടികിട്ടുന്നില്ല. ഞാൻ കല്യാണം കഴിച്ച ആ പഴയ പെൺകുട്ടിയല്ല അവൾ എന്ന തോന്നൽ അയാളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മെല്ലെ മെല്ലെ രണ്ടുപേരും കുടുംബത്തിൽ ഒറ്റപ്പെട്ടതുപോലെയാകുന്നു. ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് ലെന കുമാറിന്റെ വിമൻ ഓഫ് പോസ് എന്ന ബുക്കിനെ കുറിച്ചാണ്. ഇതൊരു റീകൺസ്ട്രക്ഷന്റെ സമയമാണ്. അവൾ മെന്റലി ഫിസിക്കലി ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. ഇവിടെ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും എനിക്കിതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും എൻ്റെ ദിനചര്യകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണമെന്നും സ്ത്രീകൾ ആദ്യം അറിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ എതിരാളിയല്ല, കൂട്ടാളിയാണെന്ന് തിരിച്ചറിയുക. ഈഗോ ക്രാഷസ് അടുപ്പം കുറയ്ക്കും. നമ്മുടെ കൊച്ചു കൊച്ചു പിടിവാശികൾക്കായിട്ട് പാർട്ട്ണറിന്റെ മുന്നിൽ മാത്രം ജയിക്കാൻ വേണ്ടി ലോകത്തിന്റെ മുഴുവൻ മുൻപിൽ തോൽക്കേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണാറില്ലേ? നമ്മളുടെ സ്നേഹവും നന്മയും കെയറും ഒക്കെ കൊണ്ട് നമ്മളെ കെട്ടിപ്പടുത്ത നമ്മുടെ കുടുംബം നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങളിൽപ്പെട്ട് നശിച്ചു പോകരുത്. പെരിമെനോപോസ് എന്ന് പറയുന്ന ടൈം നമ്മൾ സ്ത്രീകൾ ശാരീരികമായും മാനസികമായും ചിന്താപരമായും മാറുന്ന കാലഘട്ടമെങ്കിൽ പുരുഷന്മാരും അതുപോലെ തന്നെ അവരുടെ വീട്, അവരുടെ ജോലിയിലെ ബാധ്യതകൾ, അല്ലെങ്കിൽ പ്രായമായ രോഗബാധിതരായ മാതാപിതാക്കൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയിലൊക്കെ പെട്ടുഴലുന്നതും ഒപ്പം തന്നെ മധ്യവയസ്സിലോട്ട് എത്തുന്നതോടുകൂടി ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങുന്ന സമയം കൂടെയാണ്. ഒപ്പം തന്നെ നമ്മുടെ ചിറകിൻ കീഴിൽ മാത്രം ഒതുങ്ങി നിന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നെങ്കിൽ ടീനേജിലേക്കും അല്ലെങ്കിൽ അവരുടെ യൗവനത്തിന്റെ ആദ്യ കാലങ്ങളിലേക്കും ഒക്കെ കാലെടുത്ത് വെക്കുന്ന സമയവും മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അകലുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിൽ ഒരു പരസ്പരം സ്നേഹവും ധാരണയും എല്ലാവർക്കും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായാൽ മാത്രമേ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ അവളുടെ ഈ ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവം കാരണം ഭർത്താവ് മെല്ലെ മെല്ലെ അവളോട് സംസാരിക്കാതാകും, അവളിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്യും. ഒപ്പം കുട്ടികളും ഒന്നുകിൽ വഴക്കാളികളാകുകയോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയോ ചെയ്യും. ഈ സമയത്ത് ശരിക്കും ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഒരു അവബോധവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടെയാണ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് കാണിച്ചു തന്നത് അമ്മയാണെന്ന് അവരെന്നും ഓർമ്മിക്കണം. നിങ്ങൾ സ്നേഹത്താൽ ഉയരുമ്പോൾ ബാക്കിയെല്ലാം പുറകെ വരും. നിങ്ങൾ സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഹോർമോണുകൾ നശിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ലെന കുമാറിന്റെ വിമൻ ഓഫ് പോസ് എന്ന് പറഞ്ഞ ബുക്ക് ശരിക്കും ഒരു മെഡിക്കൽ ഗൈഡ് മാത്രമല്ല. നമ്മൾ സ്ത്രീകൾക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും മൂഡ് സ്വിങ്സും അതുമൂലം അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിനും പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതും നമ്മളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഏത് തരത്തിൽ ഫുഡുകൾ കഴിക്കണം, ഏത് തരം എക്സസൈസുകൾ ചെയ്യണം, ഏതൊക്കെ തരത്തിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. ഇത് 35നും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ മാത്രം വായിക്കേണ്ട പുസ്തകം അല്ല. ഇത് അവരെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവർക്കും സമ്മാനിക്കാവുന്നതാണ്. ഏതായാലും എല്ലാ സ്ത്രീകളും വായിച്ചിരിക്കണമെന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാട്ടോ വിമൻ ഓഫ് പോസ്. ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ ലെന കുമാറിനോട് തോന്നിയ ഒരു ഭയങ്കരമായ ഇഷ്ടവും ബഹുമാനവും ഒക്കെ കാരണം അവരുടെ മറ്റൊരു ബുക്കായ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് കൂടെ ഞാൻ വായിക്കുകയുണ്ടായി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാട്ടോ എഴുതിയിരിക്കുന്ന രീതിയും ആ ലാംഗ്വേജും ഒക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബുക്ക് വായിച്ചു തീർന്നു. ശരിക്കും അത് നമുക്ക് ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തോന്നും കുറച്ച് സ്പിരിച്വലാണ്. അല്ല, സ്പിരിച്വൽ മാത്രമല്ല, ഭയങ്കര രസകരമായ രീതിയിൽ അവരുടെ ലൈഫിലുണ്ടായ സ്ട്രഗിൾസും അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ തോന്നും. നമ്മൾ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും സ്ട്രഗിളിലൂടെയും ഒക്കെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോകാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിന് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ നമ്മളിലേക്ക് തന്നെ നമ്മളുടെ കണ്ണുകൾ തുറന്നു കാട്ടുന്ന ഒരു നല്ല പുസ്തകമാണ് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. അപ്പോൾ ഈ 2 ബുക്കുകളും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ലേഡീസിനായിട്ട് പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും വായിക്കുക, വായിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇതൊരു അടിപൊളി ബുക്കുകൾ തന്നെയായിട്ടോ ഇത് 2 ബുക്കും. അപ്പോൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യണം. ഞാനിത് റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ ഓഫ് പോസിന് ഞാൻ 5/5 തന്നെ റേറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്.